ഹായ് ഫ്രണ്ട്സ്, ഈസി ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദയ ആയുർവേദ വില്ലേജ് കോട്ടക്കൽ എന്നൊരു റിസോർട്ട് ഞങ്ങൾ തൊട്ടടുത്താണ്. അത് ഒന്ന് നിങ്ങൾക്കുമായി പരിചയപ്പെടുത്താനുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിഞ്ഞ് ഒരു 3 മണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ പോകാറിങ്ങി. നടന്ന് പോകാനുള്ള വഴിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് പോവാണ്. ആ പോകാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടിയിരിക്കണം. ഞങ്ങൾ അങ്ങനെ റിസോർട്ടിൽ പോകാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ആദ്യമൊക്കെ ഞങ്ങൾ അതിൻ്റെ പണിയൊക്കെ നടക്കണമെന്നൊക്കെ എപ്പോഴും ഇങ്ങനെ കാണാനൊക്കെ പോയിരുന്നു. ഇപ്പോൾ പിന്നെ റിസോർട്ടല്ലേ, എപ്പോഴും എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റുന്ന സ്ഥലമല്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ കൂടിയിരിക്കണം എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പോകണം. നല്ല ഒരു താഴ്ന്നൊരു സ്ഥലത്താണ്, നല്ല പ്രകൃതിയായി ഇണങ്ങിയ ഒരു നല്ലൊരു സ്ഥലമാണ്. താഴ്ന്ന പ്രദേശമാണ്. പക്ഷേ വണ്ടി ഏത് കാലത്തും വണ്ടിയൊക്കെ നല്ല സൗകര്യത്തോടെ പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ റിസോർട്ടിനെ പറ്റി പറയണമെങ്കിൽ ഇതൊരു റിസോർട്ടാണ്. പിന്നെ ആയുർവേദ ചികിത്സ ഉണ്ട്, പിന്നെ പ്രസവാന്തര ശുശ്രൂഷ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പറ്റി എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ അതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും താഴെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ നമ്പറിലും എല്ലാവരും കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇത്. അതേ ഒരു ഞങ്ങളടുത്തുള്ള പുഴയോടൊക്കെ ചാരിയിട്ട് ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നൊരു നല്ല ഭംഗിയുള്ള നല്ല പ്രകൃതിൻ്റെ ഇണങ്ങിയ ഒരു റിസോർട്ടാണിത്. ഇതാണ് ഇവിടെ നിന്നാൽ ഇതിൻ്റെ ഏതൊരു ഭാഗത്ത് നിന്നാലും ഈ ഒരു കാഴ്ച നമുക്കുണ്ടാവും. ഇതൊരു മലപ്പുറത്ത് വേങ്ങര എന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച നമുക്ക് ഇതിൻ്റെ എവിടെ നിന്നാലും ഇതിനെ കാണാം. ഏത് റൂമിൽ നിന്നാലും എവിടെ നിന്നാലും നമുക്ക് ഈ ഒരു കാഴ്ച ഉണ്ടാവില്ലേ. അങ്ങനെ നല്ല ഭംഗിയുള്ള നല്ല ഇതായൊരു സ്ഥലമാണ്. പിന്നെ അതിങ്ങനെ ഒരു സ്റ്റെപ്പായിട്ടുള്ള സ്ഥലമായിരുന്നു. അതിങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കറങ്ങണ മാതിരി അങ്ങനെ വളഞ്ഞിട്ടുള്ള റോഡൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നല്ല രസത്തിലുണ്ട്. ഞാൻ കാണിച്ചു തരാം ഫുള്ളും. പിന്നെ അതിൻ്റെ റോഡിൻ്റെ ഒരു ചുമരാണിത്. അത് നല്ല പെയിൻ്റൊക്കെ ചെയ്തേക്കണ്. ഷിപ്പ് പോലും കൂടി അവിടെ ഫോട്ടോസിന് പോസ് ചെയ്യാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ നല്ല പെയിൻ്റൊക്കെ നല്ല ഒറിജിനൽ തോന്നുന്ന പോലുള്ള പെയിൻ്റൊക്കെ ചെയ്തേക്കണ്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തേക്കണേ എത്രത്തോളം ശരിയായിക്കണേ എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയാം. എനിക്ക് കഴിയണ മാതിരിയൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പാറ എന്നില്ല കേട്ടോ, പാറ പോലെ വരച്ച് വെച്ചതാണ്. ഇങ്ങനെ വളഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ ഒരു 3-4 വളവുള്ളൊരു സ്ഥലമാണ്. താഴെ കുറേ വില്ലകളുണ്ട്. പിന്നെ ആയുർവേദ ചെടികൾ, എല്ലാ ചെടികളും ഉണ്ട് അവിടെ. ആയുർവേദത്തിൻ്റെ എല്ലാ ചെടികളും അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഉണ്ട്. ഇതിൻ്റെ പണികൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, മുഴുവനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്നാലും നല്ല ഭംഗിയുള്ള വില്ലകൾ അതിൻ്റെ മുന്നിൽ ഇതൊക്കെ വാർത്തിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കണേ. അപ്പോൾ നല്ലൊരു സ്ഥലമാണ്. പുഴയോട് അടുത്തിട്ട് നല്ല അടുത്തുനിന്ന് വലിയ വീടുകളോ അങ്ങനെ നമുക്ക് ഒരു സൗണ്ട് കൊണ്ടൊരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലമാണ്. അവിടെ നിന്നൊക്കെ കണ്ടാൽ നല്ല ഭംഗിയുണ്ട്, നല്ല സ്ഥലമായിട്ട് ഇങ്ങനെ.
എവിടെയാന്ന് എല്ലാവരും അറിയിക്കൊണ്ടിയും പിന്നെ ഈ സ്ഥലം ഈ റിസോർട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഞാൻ അറിയണമെങ്കിൽ ഞാൻ അതിൻ്റെ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കണേ കമൻറ്റ് ബോക്സിലും ഇതിലും ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ നമ്പറിൽ വിളിച്ച് അന്വേഷിച്ചാൽ ആർക്കും ഇവിടെ വരാം. അപ്പം ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.